ഭക്ഷ്യസുരക്ഷ ആക്ട് UPA ഗവൺമെന്റ് 2013 പാസാക്കിയ ഗവൺമെന്റ് പാസാക്കിയ ഭക്ഷ്യ സുരക്ഷ ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്. ആ ആക്ട് ഈ ഒരു കോവിഡ് പോലെ ഉള്ള ഘട്ടം അല്ലെങ്കിൽ പട്ടിണിയുടെ ഒരു സാഹചര്യം സംജാതമായാൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ, പഞ്ചസാര, ഇത്രയും സാധനം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണമെന്നാണ് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ താഴെ തട്ടിലെ 68% പേർക്ക്. അപ്പൊ അങ്ങനെ 68% പേർക്ക് ഇഷ്ടം പോലെ അരി, ഗോതമ്പ്, ആട്ട, പിന്നെ 5 തരം പയറുവർഗ്ഗങ്ങൾ, അതുപോലെ പഞ്ചസാര, എഡിബിൾ ഓയിൽ, ഇത്രയും സാധനങ്ങൾ കിട്ടി. COVID-19 നമ്മൾ അറിയാതെ കടന്നുപോയി. കേരളത്തിന് ഒരു പരിക്കും പറ്റിയില്ല. അത് മാത്രവുമല്ല, അന്ന് കിട്ടിയ സാധനങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചണാക്കി ആരെ കൊണ്ട്? കുടുംബശ്രീയെ കൊണ്ട്. അതുപോലെ കിറ്റാക്കി ആരെ കൊണ്ട്? റേഷൻ കടക്കാരെ കൊണ്ട്. ആ കിറ്റുകൾ വീടാന്തരം കൊണ്ടുപോയി കൊടുത്തു. ഓർക്കണം, ഒരു ഇലക്ഷന്റെ തൊട്ട് തലേന്നാന്ന് ഓർക്കണം ഈ കോവിഡ് വന്ന ഈ അവസ്ഥയൊക്കെ വന്നത്. അപ്പൊ 2021 ആ കാലഘട്ടത്തിലൊക്കെ കിറ്റ്, കമ്മ്യൂണിറ്റി കിച്ചൺ, ആ കിറ്റുകളൊക്കെ റേഷൻ കടക്കാർ കിറ്റാക്കി അതിനെ വീടാന്തരം സഖാക്കൾ കൊണ്ടു നടന്ന് കൊടുത്തു. അങ്ങനെയാണ് രണ്ടാം പിണറായി വിജയന്റെ വരവിന് കളമൊരുങ്ങിയത്. അതല്ലാതെ ഭരണ മഹത്വം കൊണ്ടാണ് രണ്ടാമത് വന്നത് എന്നവർ വീമ്പ് ഇളക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ.